ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഛത്തീസ്ഗഡ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. പ്രകൃതി കൃഷിയുടെ ആഗോള കേന്ദ്രമായി രാജ്യം മാറുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ചടങ്ങിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. 56ാമത് ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് ഗോവയിൽ തിരിതെളിയും. ദ ബ്ലൂ ട്രെയിൽ ഉദ്ഘാടന ചിത്രം. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. ജപ്പാനിൽ നടക്കുന്ന കേൾവി പരിമിതർക്കുള്ള ഒളിമ്പിക്സായ ഡെഫ്ലിമിക്സിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഛത്തീസ്ഗഡ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഛത്തീസ്ഗഡിലെ അംബികാപൂരിൽ നടക്കുന്ന ജൻജാതീയ ഗൌരവ് ദിവസ് ആഘോഷങ്ങളിൽ രാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. തെലങ്കാനയിൽ രാഷ്ട്രപതി നിലയത്തിൽ സംഘടിപ്പിക്കുന്ന ഭാരതീയ കലാ മഹോത്സവ് 2025 ശ്രീമതി മുർമു സംബന്ധിക്കും. ആന്ധ്രാപ്രദേശിലെ ശ്രീ സത്യസായി ബാബയുടെ ശതാബ്ദി ആഘോഷങ്ങളിലും രാഷ്ട്രപതി പങ്കെടുക്കും. പ്രകൃതി കൃഷിയുടെ ആഗോള കേന്ദ്രമായി രാജ്യം മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദക്ഷിണേന്ത്യൻ പ്രകൃതി കൃഷി ഉച്ചകോടിയുടെ ഉദ്ഘാടനം ഇന്നലെ കോയമ്പത്തൂരിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ പരിസ്ഥിതി ആവാസ വ്യവസ്ഥ മെച്ചപ്പെടുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. നാളെ മുതൽ ഈ മാസം 23 വരെ ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ നടക്കുന്ന 20ാമത് G20 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. G20 അജണ്ടയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാടുകൾ പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ അവതരിപ്പിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. G20 നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ദക്ഷിണാഫ്രിക്ക ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക നേതാക്കളുടെ യോഗത്തിലും ശ്രീ മോദി പങ്കെടുക്കും. ബീഹാർ മുഖ്യമന്ത്രിയായി JDU നേതാവ് നിതീഷ് കുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. പട്നയിലെ ഗാന്ധി മൈതാനിയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. ഇന്നലെ പട്നയിൽ ചേർന്ന യോഗം NDAയുടെ നിയമസഭാ കക്ഷി നേതാവായി ശ്രീ നിതീഷ് കുമാറിനെ തെരഞ്ഞെടുക്കുകയായിരുന്നു. തുടർന്ന് NDA നേതാക്കൾ ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദമുന്നയിച്ചതോടെയാണ് നിതീഷ് കുമാർ 10ാം തവണയും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. 56ാമത് ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് ഗോവയിൽ തിരിതെളിയും. 9 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ 80 രാജ്യങ്ങളിൽ നിന്നായി 240 ചലച്ചിത്രങ്ങൾ പ്രദർശനത്തിനെത്തും. ചലച്ചിത്രമേളയുടെ ഒരുക്കങ്ങൾ ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് വിലയിരുത്തി. മേളയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള വേവ്സ് ഫിലിം ബസാർ അദ്ദേഹം ഇന്ന് ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്. ബ്രസീലിയൻ ചിത്രമായ ദ ബ്ലൂ ട്രെയിലാണ് 56ാമത് ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം. ജപ്പാൻ ഫോക്കസ് കൺട്രിയും സ്പെയിൻ പങ്കാളി രാഷ്ട്രവുമാണ്. ഓസ്ട്രേലിയയാണ് സ്പോട്ട്ലൈറ്റ് കൺട്രി. ഇന്ത്യൻ പനോരമ വിഭാഗത്തിൽ 25 ഫീച്ചർ ഫിലിമുകളും 20 നോൺ ഫീച്ചർ ഫിലിമുകളും 5 നവാഗത ഫീച്ചർ ഫിലിമുകളും പ്രദർശിപ്പിക്കും. 13 വേൾഡ് പ്രീമിയർ, 46 ഏഷ്യൻ പ്രീമിയർ എന്നിവയും പ്രദർശിപ്പിക്കും. ഫീച്ചർ വിഭാഗത്തിൽ തമിഴ് ചിത്രം അമരനും നോൺ ഫീച്ചർ വിഭാഗത്തിൽ ഹിന്ദി ചിത്രം കാക്കോരിയുമാണ് ഉദ്ഘാടന ചിത്രങ്ങൾ. വേവ്സ് ഫിലിം ബസാർ, സിനിം ഹാക്കത്തോൺ എന്നിവയും മേളയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. മികച്ച സിനിമയ്ക്ക് സുവർണ മയൂരവും 40 ലക്ഷം രൂപയുമാണ് പുരസ്കാരം. ചലച്ചിത്രമേള 28-ന് സമാപിക്കും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. സഹകരണ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുന്നതിനും അവയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനുമുള്ള ശക്തമായ മാധ്യമമായി നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മാറിയതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ NCDCയുടെ 92ാമത് ജനറൽ കൌൺസിൽ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പഞ്ചസാര മില്ലുകളിലും ക്ഷീരമേഖലയിലും കർഷകർക്ക് നേരിട്ട് പ്രയോജനം ചെയ്യുന്ന സർക്കുലർ സമ്പദ് വ്യവസ്ഥ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ശ്രീ ഷാ വ്യക്തമാക്കി. 3 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് ഇസ്രായേലിലെത്തും. ഇസ്രായേലി നേതൃത്വവുമായി അദ്ദേഹം ഉന്നതതല കൂടിക്കാഴ്ചകൾ നടത്തും. 60 അംഗ പ്രതിനിധി സംഘവും കേന്ദ്രമന്ത്രിക്ക് ഒപ്പമുണ്ട്. രാജ്യത്തെ അരിവാൾ രോഗമുക്ത രാഷ്ട്രമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ തദ്ദേശീയമായി ആരംഭിച്ച CRISPR അധിഷ്ഠിത ജീൻ തെറാപ്പി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പുറത്തിറക്കി. അരിവാൾ രോഗമുക്തമാകാനുള്ള നിർണായക യാത്ര രാജ്യം ഔപചാരികമായി ആരംഭിച്ചതായി അദ്ദേഹം പറഞ്ഞു. ബിർസ 101 എന്ന് പേരിട്ടിരിക്കുന്ന തെറാപ്പി ഗോത്ര നേതാവ് ബിർസ മുണ്ടയ്ക്ക് സമർപ്പിക്കുന്നതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ് ഇന്നലെ ന്യൂഡൽഹിയിലെത്തി. ഇന്ന് നടക്കുന്ന 16ാമത് ഫോറിൻ മിനിസ്റ്റേഴ്സ് ഫ്രെയിംവർക്ക് ഡയലോഗിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കറിനൊപ്പം അവർ സഹാധ്യക്ഷത വഹിക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര നയതന്ത്ര പങ്കാളിത്തം സംബന്ധിച്ചും ചർച്ചകൾ നടക്കും. സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ നടപടിയെടുക്കാൻ ഗവർണർമാർക്ക് സമയപരിധി നിശ്ചയിക്കുന്നത് സംബന്ധിച്ച് ഭരണഘടനാ അനുച്ഛേദം 143 പ്രകാരമുള്ള രാഷ്ട്രപതിയുടെ റഫറൻസിൽ സുപ്രീംകോടതി ഇന്ന് അഭിപ്രായം അറിയിക്കും. സെപ്റ്റംബർ 11
ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിയുടെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ ബെഞ്ച് വിഷയം വിധി പറയാൻ മാറ്റിയിരുന്നു. അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി, സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത എന്നിവരുടെയും തമിഴ്നാട്, പശ്ചിമബംഗാൾ, കേരളം, കർണാടക, തെലങ്കാന, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് എന്നിവയുൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെയും വാക്കാലുള്ള വാദങ്ങൾ കേട്ട ശേഷമാണ് സുപ്രീം കോടതി തീരുമാനമറിയിക്കുന്നത് നീട്ടിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള എന്യൂമറേഷൻ ഫോം വിതരണം 99% പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. പരമാവധി കൃത്യതയും സുതാര്യതയും ഉറപ്പാക്കുന്നതിന് അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾ നാമനിർദ്ദേശം ചെയ്ത ബൂത്ത് ലെവൽ ഏജന്റുമാരുമായി അടിയന്തര യോഗങ്ങൾ ചേരാൻ BLOമാർക്ക് നിർദ്ദേശം നൽകിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. SIRന്റെ നടപടിക്രമങ്ങളും തദ്ദേശ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടക്കുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി മുസ്ലിം ലീഗ് അഭിഭാഷകൻ ഹാരിസ് ബീരാൻ കോടതിയെ അറിയിച്ചതോടെയാണ് അടിയന്തരമായി പരിഗണിക്കാമെന്ന് കോടതി അറിയിച്ചത്. SIR നടപടിക്രമങ്ങൾ നീട്ടിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരും സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി നാളെ അവസാനിക്കും. വൈകിട്ട് 3 മണിവരെ പത്രിക സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന മറ്റന്നാൾ നടക്കും. അടുത്ത മാസം 9-നും 11-നും 2 ഘട്ടങ്ങളായാണ് വോട്ടെടുപ്പ്. 13-നാണ് വോട്ടെണ്ണൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണവും വാർഡുകളിൽ ഊർജിതമായി പുരോഗമിക്കുകയാണ്. റഷ്യയിൽ പുതിയ കോൺസുലേറ്റുകൾ സ്ഥാപിക്കുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാരവും ടൂറിസവും വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി S. ജയശങ്കർ. എക്കാറ്റെറിൻബർഗിലും കസാനിലും ആരംഭിച്ച ഇന്ത്യൻ കോൺസുലേറ്റുകൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. റഷ്യൻ വിദേശകാര്യ സഹമന്ത്രി ആൻഡ്രി റുഡൻകോയും ചടങ്ങിൽ പങ്കെടുത്തു. The opening of these consulates will not only enhance our diplomatic presence in Russia, but will act as a catalyst to further boost trade, to increase tourism, economic, scientific, technology, even academic and cultural ties between our two countries. The consulates will contribute to our joint efforts in increasing our bilateral trade to $100 billion by 2030. ജപ്പാനിൽ നടക്കുന്ന കേൾവി പരിമിതർക്കുള്ള ഒളിമ്പിക്സായ ഡെഫ്ലിമ്പിക്സിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യൻ ഷൂട്ടർമാർ. 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ഇനത്തിൽ അഭിനവ് ദേശ്വാൾ, പ്രജ്ഞലി പ്രശാന്ത് ധുമാൽ സഖ്യം ചൈനീസ് തായ്പേയ് സഖ്യത്തെ പരാജയപ്പെടുത്തി സ്വർണം നേടി. 50 മീറ്റർ റൈഫിൾ പ്രോൺ മത്സരത്തിൽ ഇന്ത്യയുടെ കുശാഗ്ര സിംഗ് രജാവത്ത് വെങ്കലം നേടി. സിഡ്നിയിൽ നടക്കുന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ സൂപ്പർ 500 ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെന്നും HS പ്രണോയും 2ാം റൌണ്ടിലേക്ക് മുന്നേറി. ഇന്ത്യയുടെ തന്നെ കിഡംബി ശ്രീകാന്ത് പ്രീ ക്വാർട്ടറിൽ ഇടം നേടി. പുരുഷ ഡബിൾസിൽ സാത്വിക് സായ്രാജ്, ചിരാഗ് ഷെട്ടി സഖ്യം പ്രീ ക്വാർട്ടറിൽ ചൈനീസ് തായ്പേയ് ജോഡിയെ നേരിടും. കിൽത്താൻ ദ്വീപിൽ സംഘടിപ്പിച്ച 34ാമത് ലക്ഷദ്വീപ് സ്കൂൾ ഗെയിംസിൽ 250 പോയിന്റുകളോടെ ആന്ത്രോത്ത് ദ്വീപ് ചാമ്പ്യന്മാരായി. 149 പോയിന്റുകളോടെ അമിനി ദ്വീപ് 2ാം സ്ഥാനവും 109 പോയിന്റുകളോടെ അഗത്തി 3ാം സ്ഥാനവും സ്വന്തമാക്കി. ലക്ഷദ്വീപ് MP ഹംദുള്ള സെയ്ദ് വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. ശബരിമലയിൽ തീർത്ഥാടകർക്ക് തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സ്പോട്ട് ബുക്കിംഗ് കുറയ്ക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. ഇന്ന് മുതൽ തിങ്കളാഴ്ച വരെ സ്പോട്ട് ബുക്കിംഗ് 5000 കുറയ്ക്കും. ഇന്നലെ വൈകിട്ട് വരെയുള്ള കണക്ക് പ്രകാരം 64,525 പേരും സ്പോട്ട് ബുക്കിംഗ് വഴി 10,434 പേരും ദർശനം നടത്തി. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപത്തിന് ഇന്ന് തുടക്കമാകും. 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മുറജപ മഹോത്സവം ജനുവരി 14-ന് ലക്ഷദീപത്തോടെയാണ് സമാപിക്കുക. മുറജപത്തിന്റെ ആദ്യ ദിവസത്തെ ചടങ്ങിൽ തെലുങ്ക് ചലച്ചിത്ര താരം റാണ ദഗുപതി പങ്കെടുക്കും. ശ്രീ കാശിമഠ് സംസ്ഥാൻ വാരണസിയുടെ മഠാധിപതിയും ആത്മീയ ആചാര്യനുമായ ശ്രീ സംയമീന്ദ്ര തീർത്ഥസ്വാമികൾ മുറജപത്തിൽ പങ്കെടുക്കും. അമേരിക്ക ഇന്ത്യയിലേക്ക് നാടുകടത്തിയ കുപ്രസിദ്ധ ഗുണ്ടാ തലവൻ അൻമോൾ ബിഷ്ണോയിയെ 11 ദിവസം NIA കസ്റ്റഡിയിൽ വിടാൻ ഡൽഹി കോടതിയുടെ ഉത്തരവ്. 15 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടുനൽകണമെന്നായിരുന്നു NIAയുടെ ആവശ്യം. കനത്ത സുരക്ഷയിലാണ് അൻമോൾ ബിഷ്ണോയിയെ ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയത്. ഗുണ്ടാ തലവൻ ലോറൻസ് ബിഷ്ണോയിയുടെ സഹോദരനും അടുത്ത അനുയായിയുമാണ് അൻമോൾ ബിഷ്ണോയ്. 2022 മുതൽ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. UAE പൌരന്മാർക്ക് കൊച്ചി, കോഴിക്കോട്, അഹമ്മദാബാദ് എന്നീ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ വിസ ഓൺ അറൈവൽ സൌകര്യം ലഭ്യമാക്കി ഇന്ത്യ. ഇതോടെ ഇന്ത്യയിലുടനീളമുള്ള 9 പ്രധാന വിമാനത്താവളങ്ങളിൽ UAE പൌരന്മാർക്ക് വിസ ഓൺ അറൈവൽ സൌകര്യം ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഛത്തീസ്ഗഡ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. പ്രകൃതി കൃഷിയുടെ ആഗോള കേന്ദ്രമായി രാജ്യം മാറുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ചടങ്ങിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. 56ാമത് ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് ഗോവയിൽ തിരിതെളിയും. ദ ബ്ലൂ ട്രെയിൽ ഉദ്ഘാടന ചിത്രം. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും.
ജപ്പാനിൽ നടക്കുന്ന കേൾവി പരിമിതർക്കുള്ള ഒളിമ്പിക്സായ ഡെഫ്ലിമ്പിക്സിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.